ഒരു ടീച്ചറായിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പറയുന്നതാണ്. ക്ലാസ് മുറികൾ സർഗാത്മകമാകണം എന്ന് പറയുമ്പോൾ സർഗാത്മകമാകേണ്ടത് എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ക്ലാസ്സുകളൊക്കെ കൊടുത്തു കുട്ടികൾക്ക്. അവിടെയെല്ലാം പറഞ്ഞൊരു കാര്യം, കുട്ടികൾക്ക് മഞ്ഞുരുക്കണം എന്നാണ്. കുട്ടികളെ മഞ്ഞുരുക്കുക എന്നുള്ളൊരു വാക്കാണ് അവിടെ നിരന്തരം നമ്മൾ ശില്പശാലകൾ, കുറേ ക്യാമ്പുകൾ, കുറേ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കിട്ടിയത്. പക്ഷേ ഈ മഞ്ഞുരുകേണ്ടത് കുട്ടികളിലല്ല, നമ്മളിലാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും വേണം. കാരണം നമ്മൾ സർഗാത്മകത ഇല്ലാത്തവരല്ല. നമ്മുടെ ഉള്ളിലെല്ലാം എവിടേക്കോ എന്തൊക്കെയോ അഭിരുചികളുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു ക്ലാസ് മുറി സർഗാത്മകമാകുക. നമ്മളോട് ചേർത്ത് പിടിക്കാൻ, നമുക്ക് അവരുടെ കൂടെ നടക്കാൻ സാധിക്കുക, ഒരു കുട്ടിയുടെ കൈപിടിച്ച് നടക്കാൻ നമുക്ക് ചൂണ്ടിക്കൊടുക്കാൻ സാധിക്കുക. അവർ നമുക്കും ചൂണ്ടിത്തരും ചിലത്. അവിടെ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. ചില ധാരണകളാണ്. ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഠിപ്പിക്കാം, പോഷൻ തീർക്കാം എന്ന് വിചാരിച്ച് ഒരു ടീച്ചറും ക്ലാസ്സിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം പോഷൻ തീരുന്നില്ലല്ലോ. നമുക്ക് ഒരു പ്രവർത്തനത്തിൽ നിന്ന് അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ കടന്ന് ജീവിതം മുഴുവൻ കടന്നു പോകുമ്പോൾ നമ്മൾ മുഴുവൻ ഒരു പോഷൻ തീരാതെ ഇങ്ങനെ അവസാനിക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ നമ്മൾ കുട്ടിയായി കാണുകയും നമ്മളിലെ കുട്ടിത്വത്തെ പുറത്തെടുക്കുകയും നമ്മളിലെ സർഗാത്മകതയെ ക്ലാസ് മുറിയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണ. അത് കൃത്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ധാരണയാണ്. നിങ്ങളിലെല്ലാം ഉള്ള ധാരണകൾ